നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിനകത്തും പുറത്തുമൊക്കെയുള്ള റഹീമിൻ്റെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ എതിരാളികളൊക്കെ ഭയങ്കരമായിട്ട് ആയുധമൊക്കെ ആക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യലഹങ്കയിൽ വീട് നഷ്ടപ്പെട്ടവരെ സന്ദർശിക്കുന്നതിനിടെ ദേശീയ മാധ്യമത്തിന് അദ്ദേഹം നൽകിയൊരു ഇൻ്റർവ്യൂ അത് ഭയങ്കര വലിയൊരു ട്രോളുകൾക്കൊക്കെ ഇടവരുത്തുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഭാഷാ പരിമിതി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തനിക്ക് പരിമിതികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അവരുടെ ആ ഒരു വേദന മനസ്സിലാകുന്നതിന് തനിക്ക് തടസ്സമായിട്ടില്ലെന്നാണ് അദ്ദേഹമൊക്കെ പ്രതികരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളാണ്. ഒരിക്കൽ റഹീം ഇത്തരത്തിൽ പറഞ്ഞത് അന്ന് വലിയ ട്രോളായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ട്രോൾ മഴയുടെ ഇടയിലാണ്. ഇതിൽ നമുക്ക് രണ്ടായിട്ട് പറയാം. ഇപ്പം ഭാഷ, നമുക്ക് സംസാരിക്കുന്നതിന് ഉള്ള ഭാഷ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓരോരുത്തരുടെയും പരിമിതിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. ഇപ്പം നമ്മളും വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനോ ഹിന്ദി പരിജ്ഞാനോ കന്നഡ പരിജ്ഞാനോ ഒന്നുമില്ല. എല്ലാ ഭാഷകളൊന്നും ആർക്കും എല്ലാം ഒന്നും അറിയണമെന്നില്ല. ഭാഷ ഒരു മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയം മാത്രമാണ് ഭാഷ എന്ന് പറയുന്നത്. അത് ആംഗ്യം കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ഭാഷ ഉപയോഗിച്ച് കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലൂടെ വിവർത്തനം ചെയ്തും കാണിക്കാം. അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ പ്രശ്നമുള്ള കാര്യമേ അല്ല. എന്നാൽ ചില ഇടങ്ങളിൽ ഭാഷ അത്യാവശ്യമുള്ള ഘടകമാണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു MP ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പം ഹിന്ദി ഒന്നും അറിയില്ലെങ്കിലും കന്നഡ അറിഞ്ഞില്ലെങ്കിലും ഒരു കോമൺ ഭാഷ എപ്പോഴും ഇംഗ്ലീഷായിട്ടാണ് കാണുന്നത്. നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കണം, എന്തിനാണ് ഇംഗ്ലീഷുകാരൻ പറയുക. എന്നാലും നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിൽ, ഒരു ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ് ഒരു കോമൺ ഭാഷ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷ ഇപ്പോൾ ഹിന്ദി എങ്കിലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഷ മലയാളമാണെങ്കിലോ, പക്ഷേ കോമണായിട്ട് സംസാരിക്കാൻ എപ്പോഴും ആൾക്കാർ നോക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു MLA അല്ല, ഇവിടുത്തെ ഒരു മന്ത്രിയോ ഒന്നുമല്ല. പറഞ്ഞോണം ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു MP ആണ്, രാജ്യസഭ MP ആണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്ത് പോകേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഹിന്ദി അറിയാമോ എന്ന് എനിക്കറിയില്ല, കന്നഡ അറിയാമോ എന്നുള്ളതും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, മണിപ്പൂരൊക്കെ എൻ്റെ പാർട്ടി എൻ്റെ ഇത് വിട്ടപ്പോൾ ഞാൻ ഭാഷയിലല്ല, എൻ്റെ കർത്തവ്യത്തിലൂടെയാണ് ഞാൻ സംസാരിച്ചത് അവരിലൂടെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ലത് തന്നെയാണ്. ഭാഷ തൻ്റെ കാര്യം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഭാഷ ഒരു അത്യാവശ്യ ഘടകമല്ല, എന്നാൽ ആവശ്യവുമാണ്. ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ആ ഭാഗം നമുക്ക് അങ്ങനെ പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അനുഭാവികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ പറയുന്നുണ്ട്, താങ്കൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ നിൽക്കുന്നത്? ഈ നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി നന്മ ചെയ്യാൻ താങ്കൾക്ക് അത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ മറ്റൊരു തലത്തിലേക്ക് നോക്കൂ. ഇദ്ദേഹം ജേർണലിസം പഠിച്ചിട്ടുണ്ട്, LLB പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യം വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ. അപ്പം LLB ഒക്കെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഇംഗ്ലീഷിലാണെന്നാണ് എൻ്റെ ഒരു, മലയാള ഇതുണ്ടോയെന്ന് അറിയില്ല, കാണുമായിരിക്കാം, എന്നാൽ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതേപോലെ ജേർണലിസം, ഡിപ്ലോമ ഇൻ ജേർണലിസം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കാം. അത് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷ ഇല്ലാണ്ട് അദ്ദേഹം കൈകാര്യം, ഇനിയിപ്പം അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുന്ന ഏതിലാണെന്നുള്ള എനിക്കറിയില്ല, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ഡിഗ്രികളും LLB അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി ഭാഷ അറിയാണ്ട്? അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ അത്യാവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ, എനിക്ക് ഭാഷ മലയാളമേ അറിയത്തുള്ളൂ, എനിക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ അതുപോലും ഇംഗ്ലീഷിൽ പറയാമല്ലോ. പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടെ അടുത്ത് നിൽക്കുന്നവരോട് ജസ്റ്റ് ഒന്ന് വിവർത്തനം ചെയ്യാൻ ഇംഗ്ലീഷിൽ പറയാമല്ലോ. ബാക്കി അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞിട്ട് മാന്യമായിട്ട് അതങ്ങനെ ഇത് ചെയ്യാം. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മുക്കറയിട്ട് അറിയിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇല്ല പറഞ്ഞോണം, ഇല്ല തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം ഒന്ന് ആലോചിച്ചു, അതിന് ശ്രമിക്കാതിരിക്കും. അദ്ദേഹം മലയാള ഭാഷയെ സംസാരിക്കാം, പക്ഷെ അത് ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ ആരാണോ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിന് ശേഷം വിവർത്തനം ചെയ്താൽ മതി. പക്ഷേ അവിടെ സംശയം ജനങ്ങൾക്ക് ഇതാണ്, ഇത്രയും ഡിഗ്രി എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ലാംഗ്വേജ് നമ്മൾ പഠിക്കണം. ഇപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് പഠിക്കണം, അല്ലേ? ചിലർക്ക് വീഡിയോയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കിത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഷിവറിങ് ഒക്കെ വരും. അപ്പോൾ അദ്ദേഹത്തിനും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. പാർലമെന്റിലും ഒക്കെ അവർക്കൊന്നും ഷിവറിങ് ഒന്നും വരത്തില്ല. സഖാക്കന്മാർക്ക് ഷിവറിങ്, അത് വേറെ പോയി പറഞ്ഞാൽ മതി.
അങ്ങനെ ഷിവറിങ്ങിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഒന്ന് ശ്രമിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. ജസ്റ്റ് വീട്ടിൽ സംസാരിച്ചാൽ മതി. അത്യാവശ്യം നമ്മളിപ്പോൾ വലിയ ഇംഗ്ലീഷിൽ അങ്ങ് ശശി തരൂരിനെ പോലെ ആകണമെന്നില്ല, നമ്മളൊന്നും അത്രയൊന്നും അല്ല. എന്നാലും കുറച്ചൊക്കെ ഇപ്പം ഞാനും അങ്ങ് വലിയ ഭാഷാ പരിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നാലും അത്യാവശ്യമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പഠിച്ചാൽ. അദ്ദേഹം ഒരു MP ആണ്, നമ്മളുടെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനെ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അറ്റ്ലീസ്റ്റ് അത് നോക്കി ഇപ്പം എത്രയോ വർഷം, ഇപ്പം അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരിക്കും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയോടൊപ്പം ഒക്കെ ഇരുന്നൊന്ന് പഠിച്ചാൽ മതി. ഇതിന് വലിയൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എനിക്കിതറിയില്ല, അതിന് ശ്രമിക്കുന്നില്ല. അപ്പം ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ എന്തായാലും ശ്രമിക്കുന്നു, നല്ല കാര്യമാണ്, അതിന് ഒരു കാര്യം. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നാൾ ശ്രമിച്ചില്ല? ഈ ശ്രമിക്കാത്തത് കൊണ്ടാണല്ലോ ഇത്രയും നാണക്കേടുണ്ടാകുന്നത്. മാത്രമല്ല ഇത് അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ തിരുവനന്തപുരം മേയർ, പുതിയ മേയർ VV രാജേഷ്. എനിക്ക് അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ ഇതൊന്നും അറിയില്ല, ഞാൻ നേരത്തെയുള്ള ചർച്ചയിലും പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്നലെ ഇന്ത്യ ടുഡേയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇംഗ്ലീഷിലാണ് അവർ ചോദിച്ചത്. ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് മറുപടി പറയുന്നത്. അപ്പോഴെനിക്ക് പെട്ടെന്ന് ആര്യയുടെ ഇതേപോലെ റഹീം കിടന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ അപ്പുറം ആര്യ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹം, ഈ ഭാഷയല്ല പ്രധാനപ്പെട്ടത്, അതിനപ്പുറം അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വിവേകവും വിവരവും ഒക്കെ ഉള്ളവർ വേണം ഭരിക്കാൻ. നമ്മൾ ഈ രാഷ്ട്രീയം മാത്രം നോക്കരുത്. ഈ രാഷ്ട്രീയക്കാർ ഏറ്റവും അധികം വേണ്ട അവരും എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടി മുന്നോട്ട് വരണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കൂടിയാണ് റഹീം ഉൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടിയാണ് അവിടെ തുറന്നു കാണിക്കുന്നത്. നമ്മുടെ ഓരോ MP-മാരും MLA-മാരും ഒക്കെ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ നാണം കിടന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷനെ കൂടിയാണ്. ഒന്ന് ആലോചിച്ച്, വിദ്യാഭ്യാസം ഇത്രയും ഉള്ള സംസ്ഥാനമാണോ എന്ന് നമ്മളെപ്പോഴും UP. ഇദ്ദേഹം എപ്പോഴും ഈ പറയുന്നത് പോലെ, ഞാൻ യുവരാജ് ഗോകുലിൻ്റെ ഒരു പോസ്റ്റ് വായിക്കാം. ശ്രീ റഹീം ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചത് മോശമായാണ് എന്നുള്ളത് ട്രോൾ ചെയ്യപ്പെടേണ്ട സംഗതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഒരു ഭാഷ അറിഞ്ഞുകൂടാ എന്നത് ഒരു മനുഷ്യൻ പരിഹസിക്കപ്പെടാനുള്ള കാരണമല്ല. ഭാഷാജ്ഞാനം അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണെങ്കിലും അതില്ല എന്നതുകൊണ്ട് ഒരു മനുഷ്യന് അപമാനിക്കപ്പെടുന്നത് പൊളിറ്റിക്കലി കറക്റ്റല്ല. പക്ഷേ റഹീം ട്രോൾ ചെയ്യപ്പെടുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. മറ്റ് സംസ്ഥാനക്കാരെ കളിയാക്കുക, BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ചാണകങ്ങൾ എന്ന് വിളിക്കുക, വിദ്യാഭ്യാസമില്ലാത്തവർ എന്ന് പരിഹസിക്കുക, കക്കൂസ് പോലും ഇല്ലാതിരുന്ന വീട്ടിലെ സ്ത്രീകളെ ഉൾപ്പെടെ പാളത്തിൽ വിസർജിക്കുന്നവർ എന്ന് ഉപയോഗിക്കുക. മാന്യമായ ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്, സഖാക്കൾ വിസർജിക്കുക എന്നതിന് ഉപയോഗിച്ചിരുന്ന ഭാഷ വേറെയാണ്, ഇങ്ങനെയൊക്കെ വിളിക്കുക. ലോകത്ത് എല്ലാം തികഞ്ഞവർ തങ്ങൾ മാത്രമാണ് എന്ന് മേനി നടിക്കുക. അവസാനം മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന് വാ തുറക്കേണ്ടി വരുമ്പോൾ ഒരു വരി പോലും ഫ്രെയിം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇത്രയും നാൾ മറ്റുള്ളവരെ പരിഹസിച്ചിരുന്നത് നിങ്ങളായിരുന്നോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. ഇത് ചോദിച്ചു വാങ്ങിയ പരിഹാസമാണ്. ഇതാണ് പ്രധാനം. അതായത് ഭാഷ ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നല്ലേ എന്ന് ചോദിച്ചാൽ ഇവരെ പോലുള്ളവർക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം MP-മാരും MLA-മാരും ഇനി വരുന്ന ജനപ്രതിനിധികൾ അറ്റ്ലീസ്റ്റ് ഹിന്ദിയും അറ്റ്ലീസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം. അതിൽ ഈ പറയുന്ന റഹീമിൻ്റെ കണക്ക് LLB-യോ ഈ പറയുന്ന വലിയ PG-യോ ഡോക്ടറേറ്റോ ഒന്നും ആവശ്യമില്ല. ഈ സാധാരണ ഇപ്പോൾ LKG പഠിക്കുന്ന കുട്ടികൾ പോലും നല്ല രീതിയിൽ, എൻ്റെ മോനൊക്കെ എന്നെക്കാളും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കൊച്ചു കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് ഇവർ വലിയ കമ്മ്യൂണിസ്റ്റ് ഇതിൻ്റെ പുസ്തകം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ LKG UKG കുട്ടികളുടെ പുസ്തകം എടുത്തു വെച്ചൊന്ന് വായിച്ചാൽ മതി. ഇത് പഠിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന, ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇദ്ദേഹം ഇന്ന് പരിഹസിക്കപ്പെടുമ്പോൾ അന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ CPM-കാരനും. കാരണം ഇതുപോലെ നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാരെ അപമാനിക്കുന്നു, മറ്റുള്ളവരെ അപമാനിക്കുന്നു, മറ്റുള്ള സംസ്ഥാനത്തുള്ളവരെ അപമാനിക്കുന്നു. എത്ര ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അവിടെയുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇതുപോലെ സംസാരിക്കാൻ പറ്റാണ്ട് ഈ ഇടയ്ക്ക് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തപ്പോൾ അതെടുത്തിട്ട് ട്രോളാക്കുന്ന കണ്ടു. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം ചാണകങ്ങൾ, സംഘികൾ അല്ലെങ്കിൽ മോദിയെ അങ്ങനെയെല്ലാം പരിഹസിക്കുമ്പോൾ സ്വന്തമായിട്ടൊന്ന് നോക്കുക, ഞാൻ ശരിയാണോ അല്ലെങ്കിൽ ഞാൻ. അപ്പോൾ പരിഹസിക്കുമ്പോൾ എനിക്കും തിരിച്ചു വരും എന്നുള്ളത് ഒരു ഇപ്പോൾ യുവരാജ് ഗോകുൽ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇട്ടത് എനിക്കത് ശരിയെന്ന് തോന്നി. റഹീം സ്ഥിരം മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ അത് നിർത്തുക. നമുക്കും പരിമിതികളുണ്ട്, നമുക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അപ്പോൾ ആ കുറ്റങ്ങളും കുറവുകളും നമുക്ക് ഇതുപോലെ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പം മോദിയെ നമ്മൾ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് എപ്പോഴും ആക്ഷേപിക്കാറുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി തലപ്പത്ത് ഇപ്പം 3-ാം തവണയാണ് കയറിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല.
ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അധികം അറിയില്ലായിരുന്നു. പക്ഷെ അന്നത്തെ അദ്ദേഹം വളരെ ഇതായിട്ടാണ് ഹിന്ദിയിലൊക്കെ സംസാരിച്ചത്. പക്ഷെ പിന്നീട് രണ്ടാം തവണ ഇൻ്റർവ്യൂ, എനിക്കൊന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം മുഖ്യമന്ത്രി, ആദ്യം MLA ആയിരുന്നപ്പോഴാണ്, പിന്നീട് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു. അപ്പോൾ റഹീമിന് ഒരു തവണയല്ല 2 തവണയല്ല, പിന്നെയെങ്കിലും അദ്ദേഹം ശ്രമിക്കുമെന്ന് പറഞ്ഞത് നല്ല കാര്യം, ശ്രമിക്കണം. കാരണം ഏറ്റവും നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷിൽ ഇനി അദ്ദേഹം എന്താണ് പാർലമെൻറ്റിൽ സംസാരിക്കട്ടെ. നമുക്ക് ആരെയും കുറ്റങ്ങളും കുറവുകളൊന്നും വിൽക്കാം, പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇത്തരത്തിൽ നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കരുത്. കാരണം ഇതുപോലെ തിരിച്ചടികൾ കിട്ടും. പിന്നെ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് ഡിഗ്രികൾ കിട്ടിയത് എന്നുകൂടി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഡിഗ്രിയൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് തീരെ അറിയാണ്ട് പോകുന്നതെന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല. അപ്പോൾ അതെന്താണ് കാരണം, ആ ഡിഗ്രികൾ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ള അറിയണം. ഇടയ്ക്ക് ആരുടെയൊക്കെയോ ഇത്തരത്തിൽ LLB കിട്ടിയവരുടെയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ട്രോളായിട്ട് ഇടുന്നുണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാണ് LLB കിട്ടിയത്, നിയമത്തെ പറ്റി ഒന്നും അറിയാതെ എങ്ങനെയാണ് കിട്ടിയെന്ന്. അപ്പോൾ ഇത് ഒന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ഡോക്ടറേറ്റിലല്ല, നമ്മൾ ഈ ഭാഷ പഠിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ LKG പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നും അതിന് വേണ്ട. ഈ പറഞ്ഞതുപോലെ LKG UKG പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി, അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മളും പഠിച്ചു പോകും. ഞാനും ഇതൊക്കെ തന്നെ. നമുക്ക് എന്നാലും അത്യാവശ്യം ഒന്ന് പിടിച്ച് നിൽക്കാനുള്ളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അല്ലാതെ വലിയ കടിച്ചാൽ പൊട്ടാത്ത ശശി തരൂരിൻ്റെ വാക്കുകളും. ഏതായാലും 2 രീതിയിൽ നമുക്കിത് പറയാം, അവസാനിപ്പിക്കാം. ഒന്ന്, ഭാഷ ഒരു വലിയ പ്രശ്നമല്ല നമ്മുടെ സാമൂഹിക സേവനം ചെയ്യുന്നതിൽ. അത് ഏത് ഭാഷയിലൂടെയും നമ്മളുടെ കാര്യം മറ്റുള്ളവരിൽ എത്തിച്ചാൽ മതി, അത് അവർക്ക് മനസ്സിലായാൽ മതി. പക്ഷേ എന്നിരുന്നാലും അതൊരു സാധാരണ വ്യക്തിക്ക്, സാധാരണ ആളിനാണെങ്കിൽ MP അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ മന്ത്രി ഈ ഒരു തരത്തിലേക്ക് വരുന്നവർ അത്യാവശ്യം ഭാഷ പഠിച്ചിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വലിയ നാണക്കേടായിരിക്കും. നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെയാണ് ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ട് കേരളം അങ്ങ് സാക്ഷരത കേരളം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള MP-മാരൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. വാ തുറന്നില്ലേലും വേണ്ടിയല്ല, മിണ്ടാതിരിക്കുക. അറിയാം, അത് തട്ടിപ്പൊട്ടിയൊക്കെ നമുക്ക് പറ്റുന്നില്ലേ. എപ്പോഴും മലയാള ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇത് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ എനിക്ക് തരണം. എടുത്തോ